12.5 ഹരിക്കണം 2.5 കുറയ്ക്കണം 0.5 കൂട്ടണം 0.75. ഇതിൽ ബോർഡ് മാസ് അനുസരിച്ചിട്ട് വേണം കണക്ക് ചെയ്യാൻ. ബോർഡ് മാസ് നിയമപ്രകാരം ആദ്യം ബ്രാക്കറ്റാണ്, അത് ഇതിലില്ല. പിന്നെ OF ആണ്, അത് ഇതിലില്ല. അടുത്ത ഡിവിഷനാണ്, ഡിവിഷൻ ഇതാണ്. അപ്പോൾ അത് ചെയ്യാം. 12.5 ഹരിക്കണം 2.5 12.5 ബൈ 2.5 കുറയ്ക്കണം 0.5 കൂട്ടണം 0.75. ദശാംശ സംഖ്യകൾ ഹരിക്കുമ്പോൾ അംശത്തിൽ ഒരു ദശാംശ സ്ഥാനം, ഛേദത്തിലും ഒരു ദശാംശ സ്ഥാനം. അംശത്തിലും ഛേദത്തിലും, അതായത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഡെസിമൽ പ്ലേസസ് അതിന് നമ്പർ ഈക്വലാണ്. ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം 1 1 തുല്യമാകൊണ്ട് ദശാംശം ഒഴിവാക്കാം. അംശത്തിലും ഛേദത്തിലും ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം തുല്യമായാൽ ദശാംശം ഒഴിവാക്കുക. അപ്പോൾ സംഖ്യ ഇവിടെ എത്ര വരും? 125 ബൈ ഇത് 25 മൈനസ് 0.5 പ്ലസ് 0.75. 125നെ 25 ഹരിക്കുമ്പോൾ 5 എന്ന് കിട്ടും. കുറയ്ക്കണം 0.5 കൂട്ടണം 0.75. 5 കുറയ്ക്കണം 0.5. 0.5 എന്ന് പറഞ്ഞാൽ അരയാണ്. 5 അര കുറച്ച 4.5. 0.75 പറഞ്ഞാൽ മുക്കാലാണ്. അപ്പം 4.25 കൂട്ടിയ 5.25, അതായത് 5.25 എന്നാണ് ഉത്തരം വരിക. അല്ലെങ്കിൽ നമുക്ക് 5ന്ന് 0.5 കുറയ്ക്കുക, 5ന്ന് 0.5 കുറയ്ക്കുക. അപ്പോൾ നമുക്കിവിടെ 0.0 എന്ന് ഇടണം. ഇനി കുറയ്ക്കുമ്പോൾ 5 5 10 ശിഷ്ടം 1 1 4 5 4.5 വന്നു. അതിൻ്റെ കൂടെ 0.75 കൂട്ടുക. 0.75 കൂട്ടുമ്പോൾ 5 5 7 12 ശിഷ്ടം 1 0.8 1 4 5 ഉത്തരം 5.25.